പറയുന്നത് റെഫേർഡ് പബ്ലിക് എന്നാണ്. അതായത് അവരെ റെഫറൻസ് എടുത്തുകൊണ്ടാണ് പൊതുജനം ഒരു അഭിപ്രായം സ്വരൂപിക്കുക. അതാണ് അമിതാഭ് ബവിസ്കറൊക്കെ പറയുന്നത്. അപ്പോൾ ശശി തരൂർ ഒരു റെഫേർഡ് പബ്ലിക്കിൽപ്പെട്ടിരിക്കുന്ന ആളാണ്. അയാൾ പറഞ്ഞാൽ പൊതുസമൂഹത്തിന് എന്തോ പറയുന്നതിലൊരു കാര്യമുണ്ടല്ലോ എന്ന് തോന്നും, ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കും. അങ്ങനെ പറയാൻ ശേഷിയുള്ളവരാണ് സമൂഹത്തെ മുന്നിലേക്ക് ചലിപ്പിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്നലെ എത്തിയ 8000 പേരിൽ പാതിയിലധികം ആളുകളും ഇതേപോലെ റെഫേർഡ് പബ്ലിക്കിൻ്റെ ആൾക്കാരായിരുന്നു. ആ ഇൻ്റലക്ച്വൽ എലീറ്റ്സിനെ റെഫേർഡ് പബ്ലിക്കിനെ പൂർണ്ണമായിട്ടും തങ്ങളുടെ പരിധിയിലാക്കിയതാണ് ആശയപരമായി BJP നേടിയിരിക്കുന്ന ഒരു നേട്ടമായി ഞാൻ കണക്കാക്കുന്നത്. ആ കെണിയിലേക്ക് ശശി തരൂർ കൂടി പോയി വീണു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ശശി തരൂരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. രാഷ്ട്രീയ നേതാക്കൾക്ക് സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകാനുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്, ആശയങ്ങൾ നൽകാനുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ആശയങ്ങൾ നൽകുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് വളരെ എളുപ്പം കൈയൊഴിഞ്ഞാണ് BJP ക്യാമ്പിലേക്ക് ശശി തരൂരും പോയി നിൽക്കുന്നത്. ആശയപരമായി BJPയും ശശി തരൂരും തമ്മിൽ വ്യത്യാസമേ ഇല്ലാതായിരിക്കുന്നു. RSS വിജയിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി ഇവിടെ മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ നോക്കൂ, ദൃശ്യങ്ങളിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ഫനാറ്റിക് ആയിട്ടുള്ളൊരു മോബാണല്ലേ മറുപക്ഷത്ത്. ഈ ബാബറി മസ്ജിദ് തകർക്കുന്നതായിക്കൊള്ളട്ടെ, ഈ കർസേവ നടത്തിയതായിക്കൊള്ളട്ടെ, അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ മാറി മറിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ ഒരു സെഗ്മെൻ്റ് ആൾക്കാരാണ് അവിടെ തിങ്ങിക്കൂടുന്നത് എന്നുള്ളതാണ്. അതിന് ബദലായി ഈ ഇന്ത്യ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുണ്ട്, മതനിരപേക്ഷവാദികളുണ്ട്. അവരുടെ ഒരു പ്ലേസ്മെൻ്റ് ഉണ്ടല്ലോ. അവർ ഈ വിഷയത്തിൽ കാണുന്ന അവർ വെച്ചു പുലർത്തുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ആ കാഴ്ചപ്പാടിനെ റെപ്രസെൻ്റ് ചെയ്യുകയും അതിനെ എൻറിച്ച് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആ മോബിൻ്റെയും ഫനാറ്റിക്കായിട്ടുള്ള ഒരു ക്രൗഡിൻ്റെയും ഒപ്പം ചേരുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? ഇവിടെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഇപ്പുറത്ത് നിൽക്കുകയാണ്, മതനിരപേക്ഷവാദികളായി നിൽക്കുകയാണ്. ആ മതനിരപേക്ഷവാദികൾക്ക് കൂടുതൽ അവരോട് ചേർന്ന് നിന്ന് അവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം മറുഭാഗത്ത് എന്ത് കിട്ടുമെന്ന് പോയി നോക്കുന്നു എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ശശി തരൂരിനെ പോലെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. നോക്ക്, ഇവിടെ NSS ശശി തരൂരിനെ പോലുള്ള ഒരു പ്രത്യേകിച്ച് ഹിന്ദു നായർ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം NSSൻ്റെ തീട്ടൂരമൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. ഇനി അഥവാ ജാതിയും മതവും നോക്കിയിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ പോലും ശശി തരൂർ എന്ന് പറയുന്ന ഒരു ഡൽഹി നായരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകാര്യനാണ്. ഇനി അതാണ് ഘടകം. തറവാടി നായരായി കഴിഞ്ഞിരിക്കുന്നു, അതാണ് ഘടകമെങ്കിൽ തന്നെയും അതിനിപ്പോൾ സുകുമാരൻ നായർ എടുക്കുന്ന ഒരു നിലപാടിലേക്ക് ശശി തരൂർ എത്തിച്ചെല്ലേണ്ട സാഹചര്യം ഉണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണം വികലമാണ്, ജനാധിപത്യത്തെക്കുറിച്ചുള്ള ബോധം തെറ്റാണ്. ഇതിനെ ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് വോട്ട് കിട്ടാൻ വേണ്ടി മറ്റു ന്യൂനപക്ഷ സമുദായ സംഘടനകളുടെ ആൾക്കാരെ ആയാലും പോയി കാണുന്നുണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM കാണുന്നുണ്ടല്ലോ എന്ന രൂപത്തിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ബാലഗോകുല യാത്രയ്ക്ക് ബദലായി ഇപ്പോൾ കണ്ണൂരിൽ CPM അമ്പാടി യാത്ര ഒക്കെ നടത്തുന്നുണ്ടല്ലോ. പക്ഷെ അത്രയും ലളിതമല്ല അത് ചെയ്യുന്നത് പോലെ. ഇത് വേറൊന്നാണ്, ഇത് തകർത്തെടുത്താണ് പണിയുന്നത്, തകർത്തെടുത്താണ്. ഇതൊരു അക്രമത്തിന് ശേഷമാണ്. ഒരു പുരോഹിതന്റെ വോട്ടറാണ്, പുരോഹിതന്റെ അരമനയിലുള്ളവർ വോട്ടർമാരാണ്. അപ്പോൾ പുരോഹിതന്റെ അരമനയിലേക്ക് പോകുന്നത് പുരോഹിതന്റെയും പുരോഹിതനോടൊപ്പം നിൽക്കുന്നവരുടെയും വോട്ട് ചോദിക്കുന്നില്ല. അതെ, അത് പ്രീണനം എന്ന് പറയുന്നത് വേറെ രൂപത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ രണ്ടും ഒരുപോലെ തുലനം ചെയ്യാൻ പറ്റില്ല എന്നിടത്താണ് ഇത് വ്യത്യസ്തമാകുന്നത്. പൊളിച്ചിടത്താണ്, രക്തച്ചൊരിച്ചിലുണ്ടായിടത്താണ്, കുറെ പേരെ കൊന്നിടത്താണ് ദിവസമാണ്. താങ്കളുടെ ഒരു കോൺഗ്രസ്സുകാരൻ്റെയും ഭൗതിക സാന്നിധ്യം ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചെടുത്തതാണ് വെർച്വൽ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ആക്ച്വലി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഭൗതിക സാന്നിധ്യം ഒഴിവാക്കി കോൺഗ്രസ്. ശശി തരൂർ വെർച്വൽ സാന്നിധ്യമായി അയോധ്യയിലെത്തിയിരിക്കുന്നു. ആ അയോധ്യയിലെ രാംലീലയുടെ വിഗ്രഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ചതിലൂടെ വെർച്വൽ സാന്നിധ്യമായി മാറുകയായിരുന്നു കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിനെ മറികടന്നുകൊണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് Meet the editors.